പാരിജാതനോട് ഇതൊക്കെ മാറ്റിട്ട് പുതിയ ഓസ് മേടിക്കാൻ പറഞ്ഞ എന്തോ അങ്ങനത്തെ. അതെ ആ കമ്പിയൊന്നും കയറണ്ട കാലിൽ നോക്കോ. ഇന്ന് വരുമോ അങ്ങനെ മലയാളി വരുന്ന്? ആ അവ അങ്ങനെയാ 4 പണി ഒരുമിച്ച് പിടിച്ചിട്ട് വേണ്ട സമയത്തൊന്നും വന്നു നോക്കില്ല. ഏട്ടാ ഈ പണിയൊന്നും കഴിഞ്ഞിട്ട് വേണം എനിക്ക് നല്ലോണം കുളിക്കാൻ. അല്ല വീടിന്റെ അകത്ത് കുളിക്കാൻ. പിന്നെ നീ പുറത്ത് നാട്ടുകാരെ കാണിച്ചിട്ടാണ് അന്ന് കുളിക്കുന്നത്? വീടിന്റെ അകത്ത് തന്നെയല്ലേ കുളിക്കുന്നത്? തമാശ പറയല്ലേ. വീടിന്റെ അകത്ത് സ്വിമ്മിംഗ് പൂള് പണിയണില്ലേ, അതിൽ കുളിക്കണ കാര്യം പറയണേ. അത് പെട്ടെന്ന് തീരുന്ന് തോന്നുന്നില്ല. മണല് കിട്ടല്ലേടി? മണല് കിട്ടാനില്ലേ? ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിചാരിച്ച കിട്ടാത്ത മണലുണ്ടോ ഈ ലോകത്ത്? അങ്ങനെ കുറെ പേര് വിചാരിച്ചോണ്ടില്ല വീട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയത്. ഏട്ടന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞിട്ടെ. ഇപ്പോഴാണെങ്കിലും നടക്കും. ഒരു 10 വലിയ ടൂറിസ്റ്റ് ബസ് നോക്കി പിടിക്കുക, ഒരാഴ്ചയോടെ ഈ പണി തീരും. ഉണ്ടാതിരിക്കണേ ആൾക്കാർ കേട്ടു. അതൊക്കെ മനസ്സ് കണ്ടിട്ട് തന്നെയാണ് നടക്കണത്. ഇതെല്ലാം കണ്ടില്ലേ? പൂവല്ലേ? എനിക്ക് പോണം. അതെ ഈ കൊല്ലെങ്കിൽ എനിക്ക് ഇതിൽ കയറി താമസിക്കാൻ പറ്റുമോ? മൂപ്പര് മൈൻഡ് ഒന്നും ചെയ്യണില്ലേ? അല്ല നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, പാരിജാതനെ പറഞ്ഞാ മതി. ഒന്ന് വേഗം സ്പീഡാക്കിട്ടാ. നമ്മൾ ചോദിക്കുമ്പോ തിരക്കിട്ട പണിയില്ല, ഇതൊന്നും മൈൻഡ് ചെയ്യില്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട്. എലി ബംഗാളികളാണ്, അവർക്കുണ്ടോ മലയാളം അറിയിച്ചിട്ട് വന്ന. നമുക്കൊരു 45 കുട്ടികൾ കാണും. ഇല്ല മൈസൂര് നമ്മളൊരു ദിവസം പോകുന്നു, മൈസൂര് തങ്ങുന്നു, അടുത്ത ദിവസം തിരിച്ചു പോരും. അത്രേ ഉള്ളൂ, ചെറിയ ടൂർ. ഞാൻ അവിടേക്ക് ഇറങ്ങിയതാണേ. ഇപ്പൊ നോക്കുമ്പോ വഴിയിൽ ഭയങ്കര ബ്ലോക്ക്. അപ്പൊ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തായാലും ഞാനൊരു കാര്യം, ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി. എന്തായാലും കേട്ടോ ഭയങ്കര ബ്ലോക്കാണല്ലോ. അത് RTOയും പോലീസുകാരും വാഹന പരിശോധനയാന്ന് കുറേ സമയമായി തുടങ്ങിയിട്ട്. എന്താ ഇങ്ങനെ പെട്ടെന്നൊരു പരിപാടി? അതറിയില്ലേ, ബസ് അപകടം. ഇങ്ങനെ എന്തെങ്കിലും സംഗതികൾ വന്നാൽ മാത്രമല്ലേ ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങൂ. അതെ, അത് കുറെ ആള് മരിക്കണം. ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായി നോക്കാം, ഇന്ന് കേരളത്തിലെ എല്ലാ ഹോട്ടലും പൂട്ടിക്കാൻ നടക്കും. എന്നാൽ ആ വാർത്ത കഴിഞ്ഞാണ്ടല്ല പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല. അതാണ്. ഇതെത്രയാ? ഇത് 50 റുപ്യ. മാഷ് ടൂറിന്റെ കാര്യം പറഞ്ഞിട്ട്. ഞാൻ കുട്ടികളായിട്ടേ ടൂറ് പോണം മൈസൂർക്ക്. അപ്പൊ അതിന്റെ വണ്ടി ഏൽപ്പിക്കുന്ന കാര്യത്തിന് ഇറങ്ങിയതാ. സത്യത്തിൽ ഈ സമയത്ത് കുട്ടികളെ കൊണ്ട് ടൂറിന് പോകുന്നത് അപകടമല്ലേ? എന്താ പാടം? ഇപ്പൊ ഒരു അപകടം നടന്നേലില്ലല്ലോ. എന്റെ രാഘവേട്ട, ഒരു അപകടം സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ആർക്കും ടൂർ പോകണ്ട, യാത്ര ചെയ്യണമെന്നില്ലല്ലോ. അല്ല എന്നാലും ഒരെന്നാലും ഇല്ല രാഘവേട്ട. കുട്ടികൾക്ക് പോയി ക്ലാസ് റൂമിന്റെ ഉള്ളിലുള്ള പഠനം മാത്രം പോരല്ലോ. കുട്ടികൾ നാടും കാണണം, ചരിത്രപരമായിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്, അതൊക്കെ അവരെ കൊണ്ടുപോയിട്ട് കാണിക്കണം. അപ്പോഴൊക്കെയാണ് ഇവരെ പഠനം പൂർത്തിയാവുള്ളൂ. ഒന്നാമത് ഈ അപകടങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഡ്രൈവർമാരാണ്, അവരുടെ അശ്രദ്ധയാണ്. 2, 4, 6 ദിവസമൊക്കെ ഉറക്കൊഴിച്ചിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സത്യത്തില് ഇവരുടെ സ്വഭാവമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇവർ വല്ല ലഹരി ഉപയോഗിക്കുന്നവരാണോ, ലഹരി ഉപയോഗിച്ചിട്ടാണോ ഇവർ വണ്ടി ഓടിക്കുന്നത്, ഓവർ സ്പീഡിലാണോ ഓടിക്കുന്നത്, ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവില്ലല്ലോ. അല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് അപകടം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഈ കണ്ട ആളുകളെ മുഴുവനെ വഴിയിൽ തടഞ്ഞു നിർത്തി പരിശോധിച്ചിട്ട് എന്താ കാര്യം? സാറേ നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താ പോലെ. എന്തേ? അല്ല ഇതിപ്പോ ആര് കാണാനാ? ചാനലുകാരൊക്കെ എന്നിട്ട് ചെക്ക് ചെയ്യണല്ലോ. നല്ല നാട്ടുകാരാണുള്ളൂ. 1-2 ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട്, അവര് പരിഹരിക്കാം. അല്ല നിങ്ങളുടെ കയ്യിൽ മൊബൈലില്ലേ? മൊബൈലുണ്ട്. ആ മൊബൈലിൽ എടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അങ്ങോട്ട് വൈറലാക്കിയാ പോരെ? ആളുകൾ ഇപ്പൊ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നാലും ഇപ്പൊ ചാനലില് TV വരുമ്പോ അതൊരു ഇതല്ലേ. ചാനലിൽ വരുമ്പോ വരട്ടേന്നേ. വണ്ടി സൈഡാക്ക്. എന്താടാ അത്? കാറാണ് സാറേ. കാറാണ്. കാറാണോ? അത് ശരി. നമ്മളത് പെട്ടെന്ന് സൈക്കിളായിട്ട് തോന്നി കേട്ടോ. നോക്കാം. എന്താണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്? അത് മോസ്റ്റ് വാണ്ടഡ്. വാണ്ടഡാ. എന്തോരം പാട്ടാണ് വെച്ചേക്കുന്നത്? എന്ത് സൗണ്ടാണ് അത്?
സൗണ്ട് പച്ചപ്പച്ചിരി കൂടിപ്പോയി. പച്ചപ്പച്ചിരി ഒന്ന് കൂടി. പേര് എഴുതി വെച്ചേക്കണേ അത് കോളേജിന്റെ ഒരു മോട്ടോ ഷോ. എടാ സ്കൂൾ കുട്ടികൾ കുറെ എണ്ണം അപകടത്തിൽ പോയത് അറിഞ്ഞല്ലേ, പിന്നെ ഇതുപോലുള്ള അങ്ങനെ പറയുന്നത്. സ്കൂളിന്റെ മോട്ടോ ഇവനെ പോലുള്ളവരാണ് ഈ സകല കാരണങ്ങൾക്കും പ്രശ്നമായിട്ട്. സാറേ ഇപ്പോഴത്തേക്കൊന്ന് ക്ഷമിച്ച് വിട്ടേക്ക് സാറേ. എന്തോ വീട്ടിൽ അമ്മ അറിഞ്ഞ അടിക്കും സാറേ. ഓ അത് ശരി. അപ്പൊ അങ്ങനെ ഭയമൊക്കെ ഉണ്ട് നിങ്ങക്ക് അല്ലേ? ഇല്ല ഇനി വണ്ടി തരില്ല സാറേ. അതുകൊണ്ടാണ്, അല്ലാതെ ഇതൊന്നും അപകടമാവെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അല്ല നിങ്ങൾ എന്ത് പോക്കാടാ പോണേ മക്കളെ? നിങ്ങൾ എന്ത് പോക്കാ നിങ്ങൾ പോകുന്നത്? ആ നോക്കി തന്നെ സാറേ വണ്ടി ഓടിക്കും. ഞങ്ങൾ നോക്കട്ടെ. കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. അഭ്യാസം കാണിക്കരുത്. നിങ്ങളുടെ ഈ ഭയമൊക്കെ ഏത് രീതിയിലുള്ള അഭിനയമാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. ഇല്ല സാറേ ഇല്ല സാറേ. അതിന്റെ പേപ്പറൊക്കെ നോക്കിയേ, പേപ്പറൊക്കെ നോക്കിയേ. ക്ലിയർ ചെയ്യും അത് കൊടുക്കും. എന്താ വേണ്ടോ? മണലെത്തും. ആ കുറച്ച് കഴിയും. മണൽ കയറ്റിക്കൊണ്ടിരിക്കാന്നാ പറഞ്ഞത്. ആ കാർ പോർച്ചിന്റെ ഉള്ള സ്ഥലമില്ലേ, അവിടെ ഇറക്കിച്ചാ മതി കേട്ടാ. വന്ന വിളിക്ക്. ശരി. എവിടെ ചെയ്താടാ ഈ വർക്ക്? ഞാൻ തന്നെ ചെയ്ത സാറേ. ഞാൻ തന്നെ ചെയ്ത സാറേ. ഞാൻ വരയ്ക്കും സാറേ. ഓ സ്റ്റിക്കർ. ആർട്ടിസ്റ്റാണ്. അതെ സാറേ. അത് ശരി. സ്റ്റിക്കറിൽ വരച്ചതാ സാറേ ഇത്. സ്റ്റിക്കറിലല്ലേ? അതെ സാറേ. പെയിന്റിംഗ് അല്ല. അല്ലല്ല പെയിന്റിംഗ് അല്ല. അപ്പൊ ഇത് പറഞ്ഞു പോകില്ലേ? ഇത് പറിച്ചു മാറ്റാൻ നമുക്ക് വേറെ ഇട്ടാൻ, വേറെ പല കളറിലും പല ഡിസൈനിലൊക്കെ പല ഡിസൈനിലും ചെയ്യാം. അതെ സാറേ. അല്ലേ? അതെ സാറേ. ഒന്ന് പറിച്ചു നോക്കിയേ. അത് അത്യാവശ്യം വിലയുണ്ട് സ്റ്റിക്കറിന്. വിലയുണ്ടോ? അയ്യോ എന്ത് വില വരും? 6000 രൂപ സ്റ്റിക്കർ വരും. അയ്യോ 6000 രൂപ വരും അല്ലേ? നോക്കിയാ സാർ അല്ല, അവരെ പോലത്തെ ആൾക്കാരൊന്നും പിടിക്കാൻ. നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി, അവരുടെ കാര്യം നോക്കണ്ട കേട്ടാ. അവരുടെ കാര്യം നീ നോക്കണ്ട. ഇതിപ്പോ 6000 രൂപ ചെലവാ അല്ലേ? വലിയ നഷ്ടം വരും. പറച്ചല്ലേ? നീ ഒന്ന് പറച്ചോ സാറേ. പറക്കടാ. നീ എന്തിനാ വെച്ചാ നോക്കി നിൽക്കുന്നത്? എന്താ എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലേ? നിനക്കറിയില്ലേ? നോക്കാം. എന്നാ നോക്കിയോ. പന്നൻ. എന്താടാ? ഇല്ല പന്ന സ്റ്റിക്കറാന്ന് പറഞ്ഞു സാറേ. പറിക്കാൻ പറ്റില്ല. പന്നത്തരം പറഞ്ഞ അടിച്ച് നിന്റെ പല്ലിയാങ്ങളെ. മോസ്റ്റ് വാണ്ടഡ് പിടികിട്ടാ പുള്ളി. ആരാടാ പിടികിട്ടാ പുള്ളി? നീയോ? അല്ല സാറേ, ഇതൊരു ഒരു കാർ റേസിംഗ് ഗെയിമിന്റെ പേരാ. കാർ റേസിംഗ് ഗെയിം. നിന്നെ പോലുള്ളവരാണ് ഇവിടൊക്കെ ഈ റോഡിൽ സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ബുക്കും പേപ്പറൊക്കെ എടുത്തിടുവാ. നിനക്കെന്താ പറച്ച കിട്ടുന്നില്ലേ? ഇളകുന്നില്ലേ? ഒന്ന് വയറിളക്കി തരട്ടെ തന്നെ. അങ്ങ പറച്ചോ. പറച്ചോ വേഗം പറച്ചോ. ഇത് ഇൻഷുറൻസ് ഡേറ്റ് കഴിഞ്ഞല്ല. അയ്യോ ശ്രദ്ധിച്ചില്ലായിരുന്നു സാർ. ആ വണ്ടി കൊണ്ട് അങ്ങോട്ട് കയറ്റിയിടേ. കുറച്ച് കഴിഞ്ഞിട്ട് ആടുകട്ട് കയറ്റി. പരിപാടി ടൂറിസ്റ്റ് ബസ് സാറേ അറിഞ്ഞിട്ടാണോ? ബസ് പിടിച്ചിട്ടുണ്ട്. വലിയ ഫൈനാക്കും. കനയക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അടുത്ത്. നിങ്ങൾ വേഗം വന്നതിന്റെ വലിയ ചൊറയാണത്.
പച്ച പെയിന്റ് ഒക്കെ അടിച്ച് വണ്ടി കൊണ്ട് ഇറങ്ങിയേക്ക. ഒറ്റ മിനിറ്റ് സാറേ, ഒരു മിനിറ്റ് സാറേ. ആയിക്കോട്ടെ സാറേ. സാറേ ഒരു മിനിറ്റ് സാറേ. ബസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങേണ്ട കാര്യം എന്താ ചെയ്യാൻ പോകണം? ബോംബെടുക്കാൻ പോകണോ നീ? എന്താ ആക്രി വെക്കാൻ പോണ്ടോ നീ? എന്താ സംഭവം എന്താ പറയാ? സാറേ ഈ ബസ്സിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത വയറാണ് മിന്നുന്ന ലൈറ്റ് കംപ്ലീറ്റ് പൊരിച്ച് ഞാൻ അടിച്ചിട്ടുണ്ട്. ഒരൊറ്റ സാധനമില്ല. ഞാൻ പോയിക്കോട്ടെ സാറേ. അത് അങ്ങനെ നിനക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഈ ബസ്സിൽ കയറിയിട്ട് ചെക്ക് ചെയ്യണം. ഇനി എന്തൊക്കെ വേണ്ടെന്ന് ഞങ്ങൾ നോക്കിയിട്ട് പറയാം കേട്ടോ. സാറേ, ഇല്ല നീ 2 ലൈറ്റ് ഊരി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കസേരയില്ല പൊരിക്കാൻ വേണ്ടി. കസേര ചെയർ കണ്ട സാറേ, LED സ്ട്രിപ്പും പോകലൈറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. അതൊക്കെ ഉണ്ട്. അത് ശരി, ഇതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല നീ അല്ലേ? അത് സാറേ അത് സാറെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി. നീ മിണ്ടിപ്പോരുത്. രാഷ്ട്രം നീ മിണ്ടിപ്പോരുത് കേട്ടോ. എന്താണ് സാറിന്റെ സാറിന്റെ നമ്മളെ മുതലാളി അതുകൊണ്ട് എന്തെങ്കിലും നീ എന്താ ഉദ്ദേശിക്കണ്ട? ഒന്നും ഉദ്ദേശിച്ചില്ല സാറേ, ഒന്നും ഉദ്ദേശിച്ചില്ല. ഇത് എന്ത് വേഷാണ് നിന്റെ? ഇത് എന്ത് വേഷം അത്? ഒരു ഡ്രൈവറിന്റെ യൂണിഫോം ആണത്. സാർ ടൂറിസ്റ്റ് ബസ്സല്ലേ സാറേ? ടൂറിസ്റ്റ് ബസ് ആയതുകൊണ്ട് ബസ് പോലെ നീ അലങ്കരിച്ച് നടക്കണോ? അപ്പൊ എക്സ്ട്രാ ഫിറ്റിംഗ് വേണ്ട സാർ, ആൾക്കാരെ ആകർഷിക്കട്ടെ. നിനക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് വേണമെങ്കിൽ നീ വല്ല പാർക്കിൽ ബഫൂണായിട്ട് നിന്നാ മതി. ഡ്രൈവർ ആവണ്ട കേട്ടോ. നീ വണ്ടി ഓടിക്കണ്ട. നിന്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ കളി കളിക്കുന്നത് നീ. ചോറാണ് സാറേ, ചോറാണ്. എന്താണ് ലേസർ ലൈറ്റ് സ്മോക്ക് ഒന്നും അഴിച്ചു വെച്ചിട്ടില്ല. അതൊക്കെ ഒന്നും അഴിച്ചിട്ടില്ല അല്ലേ? ഇല്ല സാറേ, അത് ഈ ഫാമിലീസ് ഈ സ്കൂള് കോളേജിലെ പിള്ളമാരെല്ലാം ടൂറിന് വേണമെങ്കിൽ ബസ്സാന്ന് ബുക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഒന്ന് മിന്നിക്കണം എന്ന് പറയും, ഒന്ന് അടിപൊളിയാക്കാൻ പറയും, പുകയിടാൻ പറയും. തീടാൻ പറ്റില്ല സാറേ. അപ്പൊ ഒരു പുക. എടാ നിന്റെയൊക്കെ മിന്നിക്കല് കാരണമാണ് 5-8 എണ്ണം പുകയായി പോയത്. അതറിയില്ല നിനക്ക് ഇല്ലേ? നീ പിന്നെ വേഷം കിട്ട് പറയണോ? അയ്യോ സാറേ, നിന്റെ വണ്ടി നിയമലംഘനങ്ങളുടെ പൂരപ്പുറമാണല്ലോടാ. നിന്റെ പെർമിറ്റ് ആയിട്ട് ചെയ്യും. അയ്യോ സാറേ, ആ ചെയ്യാൻ പാടില്ല. ആ പെർമിറ്റ് ചെയ്യാൻ പാടില്ല. പോവാൻ പറ്റില്ല സാറേ. നീ പോവണ്ട. നീ ഒന്നും ഇനി പോവണ്ട റോട്ടിൽ കൂടെ. കട്ടി തന്നെ വഴിയുള്ളൂ, അല്ലാതെ ഒരു വഴിയില്ല. സാറേ എല്ലാ സാധനം ഉണ്ടല്ലോ. നീ ബുക്കും പേപ്പർ എടുക്കാൻ പറഞ്ഞില്ല? എല്ലാ സാധനം ഉണ്ട്. എന്നാ എടുക്കടാ. എന്റെ വേഷവും മട്ടും മാതിരിയും ടൂറിസ്റ്റ് ബസ്സല്ലേ സാർ? അപ്പൊ ഇങ്ങനെ വേണ്ട ആളുകൾ നീ സംസാരിക്കാതെ എടുക്കണ പേപ്പേഴ്സ് എടുക്കണ. ലേസർ ലൈറ്റ് സ്മോക്ക് ഒന്നും അഴിച്ചു വെച്ചിട്ടില്ല. ഒന്നും അഴിച്ചിട്ടില്ല അല്ലേ? ഇല്ല സാറേ, അത് ഈ ഫാമിലീസ് ഈ സ്കൂള് കോളേജിലെ പിള്ളമാരെല്ലാം ടൂറിന് വേണമെങ്കിൽ ബസ്സാന്ന് ബുക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഒന്ന് മിന്നിക്കണം എന്ന് പറയും, ഒന്ന് അടിപൊളിയാക്കാൻ പറയും, പുകയിടാൻ പറയും. തീടാൻ പറ്റില്ല സാറേ. അപ്പൊ ഒരു പുക. എടാ നിന്റെയൊക്കെ മിന്നിക്കല് കാരണമാണ് 5-8 എണ്ണം പുകയായി പോയത്. അതറിയില്ല നിനക്ക് ഇല്ലേ? നീ പിന്നെ വേഷം കിട്ട് പറയണോ? അയ്യോ സാറേ, നിന്റെ വണ്ടി നിയമലംഘനങ്ങളുടെ പൂരപ്പുറമാണല്ലോടാ. നിന്റെ പെർമിറ്റ് ആയിട്ട് ചെയ്യും. അയ്യോ സാറേ, ആ ചെയ്യാൻ പാടില്ല. ആ പെർമിറ്റ് ചെയ്യാൻ പാടില്ല. പോവാൻ പറ്റില്ല സാറേ. നീ പോവണ്ട. നീ ഒന്നും ഇനി പോവണ്ട റോട്ടിൽ കൂടെ. കട്ടി തന്നെ വഴിയുള്ളൂ, അല്ലാതെ ഒരു വഴിയില്ല. സാറേ എല്ലാ സാധനം ഉണ്ടല്ലോ. നീ ബുക്കും പേപ്പർ എടുക്കാൻ പറഞ്ഞില്ല? എല്ലാ സാധനം ഉണ്ട്. എന്നാ എടുക്കടാ. എന്റെ വേഷവും മട്ടും മാതിരിയും ടൂറിസ്റ്റ് ബസ്സല്ലേ സാർ? അപ്പൊ ഇങ്ങനെ വേണ്ട ആളുകൾ നീ സംസാരിക്കാതെ എടുക്കണ പേപ്പേഴ്സ് എടുക്കണ. സത്യമോഷേ പക്ഷെ ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാണ്. മാഷ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇവിടെ കനകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടേക്കൊന്ന് വാ. മാഷ കാര്യങ്ങൾ പറയാം. മാഷ ഒന്ന് ഇങ്ങോട്ട് വന്നേ. മുതലാളി വന്നു. ചെറിയൊരു പ്രശ്നത്തിലാണ്. മുതലാളി ഞാൻ വന്നേ. ഇയാളാണ് ഈ ബസിന്റെ മുതലാളി അല്ലേ? അപ്പൊ മുതലാളിക്ക് നിയമമൊന്നും ബാധകല്ലേ? അയ്യോ ഞാൻ എവിടെ എന്റെ ഹെൽമെറ്റ് എവിടെ? എന്റെ സാറേ വണ്ടി ഇവിടെ നിങ്ങൾ പിടിച്ചെന്നറിയപ്പോ തലയ്ക്ക് ചൂട് പിടിച്ചിട്ട് ഹെൽമെറ്റ് എടുക്കാൻ വിട്ടുപോയി. ഓ അത് ശരി. എന്നാ സാറേ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എടാ മൊത്തം പ്രശ്നമാണല്ലോ എന്റെ വണ്ടിക്ക്. സാറേ ഇത് എന്റെ മോൻ ചെക്കന്റെ വണ്ടിയാ. എന്റെ വണ്ടി സർവീസിന് കൊടുത്തേക്കാം. ആ വണ്ടിയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ പറയാം. താൻ ഈ വണ്ടിയുടെ പ്രശ്നം ആദ്യം തീർക്കും. അയ്യോ ഇതിലെന്നാ പ്രശ്നം സാറേ? അയ്യോ ഇയാളപ്പോ ഈ ലോകത്തല്ലേ? എന്താ ഉണ്ണി എന്നാ പ്രശ്നം? എന്തായാലും മോശമായിട്ട് പറഞ്ഞോ സാറേ? മോശമായിട്ടോ? മോശമായിട്ട് ഞങ്ങളോട് പറയുന്നത് അവിടെ കിടക്കാം. അതിനുള്ള ഞങ്ങൾ വേറെ കൊടുത്തോളാം. ഈ വണ്ടിയിൽ കാണിച്ചു വെച്ചേക്കണെന്നതാണ് മൊത്തം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കാണല്ലോ. ഒരു പകയുടെ പുറത്താ ഞാൻ ഈ വണ്ടി എടുത്തത് പോലും. അപ്പൊ പകയായിട്ടാണ് താൻ ഈ വണ്ടിയായിട്ട് റോഡിൽ കൂടെ പോണേ? സാറേ എന്റെ അപ്പൻ ഒരു കാളവണ്ടിക്കാരനായിരുന്നേ. പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകുമ്പോൾ പിള്ളേർ എന്നെ കാളയുടെ മോനെ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അപ്പൊ എന്റെ മക്കൾക്ക് ആ ഗതി വരാൻ പാടില്ലെന്ന് വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കൊപ്ര കച്ചവടം ചെയ്തിട്ടെടുത്ത ബസ്സായത്. ബസ്സുകാരനെ മോനെ വിളിച്ചാൽ നമുക്കൊരു അന്തസ്സുണ്ടല്ലോ. എടാ അങ്ങനെ ഒരു ബസ് എടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് എന്താണ് പറയുന്നത് അതുപോലെ വേണ്ട ഓടിക്കാൻ. ഇപ്പൊ എന്നാ സാറേ ഇപ്പൊ എന്തോ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചേക്കണ ഇതിലൊക്കെ?
സാറേ സ്റ്റിക്കർ ഒട്ടിച്ച കാര്യം പറഞ്ഞില്ലേ സാർ, അത് വേറൊരു പകയുടെ ഇതാ സാറേ. അതും പകയുടെ കഥ. അമ്മ ഒരു വീട്ടിൽ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നേ. ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കിടന്ന ബെൻസിൽ ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ച്. അതിൽ എന്റെ മോലാളി എന്നല്ലോ തലങ്ങും തല്ലി. അതിന്റെ പകയാ ഞാൻ എന്റെ ബസ്സിൽ മുഴുവൻ സ്റ്റിക്കറാക്കി. ഓ അത് ശരി. അപ്പൊ താൻ ചെയ്യുന്ന പോക്കിരിത്തരത്തിനൊക്കെ ഒരു പകയുണ്ട്. അങ്ങനെ സാറേ ഈ പറഞ്ഞില്ലേ ഇതൊക്കെ ഓടിച്ച് കൊണ്ടുപോകണ്ടേ സാറേ. ഒരു അതെ, നിയമലംഘനം ചെയ്ത് കഴിഞ്ഞാൽ പെർമിറ്റ് കട്ട് ചെയ്യും. വർത്തമാനമൊന്നും സാറേ അങ്ങനെയൊന്നും പറയല്ലേ. അതിലൊന്നും കാര്യമില്ല. എന്നാ വേണമെങ്കിലും ചെയ്യാം. പകയൊക്കെ താൻ കൊണ്ടുനടന്നാ മതി. എന്നാ വേണമെങ്കിലും ചെയ്യാനേ. ഒന്ന് പതുക്കെ പറയടാ, ആൾക്കാർ കേൾക്കും. പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്നാ വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നാ ചെയ്യാന്ന്? എന്നാ വേണമെങ്കിലും ചെയ്യാനേ. ഇവിടെ വേദൻ